എല്ലാവരുടെയും നന്മയ്ക്കും ആരോഗ്യത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപാരായണം ശ്രീ അധ്യാത്മരാമായണം ആരംഭിക്കുകയാണ്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹാ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അധ്യാത്മരാമായണത്തിൽ ഇന്ന് പാരായണം ചെയ്യുന്നത് കർക്കിടകം 10 11-ാം ദിവസത്തെ പാരായണം. ശ്രീരാമന്റെ സന്നിധിയിലേക്കുള്ള ഭരതന്റെ യാത്രയാണ് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സാധുക്കളേവം പുകഴ്ത്തുന്ന നേരത്തും ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നനോടും കൂടെ പുറപ്പെട്ടിരു. തത്താസുമിന്ദ്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വശിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഭേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകയ പുത്രി സുതൻ പടയോടുമിത്താഗതനായതു കേട്ടു ഗുഹന്തത. സംഗീത മാനസനായി വന്നു തന്നെ കിങ്കരന്മാരോട് ചൊന്നാനതു നേരം. ചാപം ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരാൻ. നിൽപ്പിനെല്ലാവരും ഞാനെന്നു ചെന്നു കണ്ടിപ്പോൾ വരുന്നതും കൊണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്നിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും വീണിനി നിർണയം. ശുദ്ധരെന്നാകെ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു പുകൻ ചെന്നു സത്വരം കാൽക്കൈ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരം സോദരം സാനുജം. മാനസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹന്തത. ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്തോ പ്രണാമവും ചെയ്തു ഭരതനു അന്നേരം. ഉത്താപ്യകാളമാലിംഗ്യ രഘുനാഥഭക്തം വയസ്സന അവ്യയവാക്യവും ഉക്ത്വാ മുഖനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ. ആലിംഗനം ചെയ്തു വല്ലോ ഭവാനെ ലോകാലംബന ഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും ഇതോർക്ക നീ. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കലിന്നൊരു സംശയം മത്സകേ. സോദരനോടും ജനകാത്മജയോടും
ഏതോരിടത്തു നിന്നൻപോടു കണ്ടിതു. രാമനെ നീയവരെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീയവീടം. ഓം ശ്രീകൃഷ്ണായ. സീതയോടും കൂടി നീയവീടം മുതാ കാട്ടിത്തരീകെന്നു കേട്ടു ഗുഹന്തത. വാട്ടമില്ലാതൊരു സന്തോഷചേതസ. ഭരതൻ അത്യുത്തമനെന്നുതൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രം ചെയ്തയാ കുറച്ച് വായിക്കാൻ പോകേണ്ടതല്ല. ചെയ്തയാ കൊണ്ടൽ വർണ്ണൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സകൽഗതം ചൊല്ലിനാൻ. ആ സുകുമാരി മനോഹരി ജാനകി ദാസാദമൂർത്തന് സുവർണകൽപ്പസ്ഥലെ കോമളസ്നിഗ്ധ ധവളാംബര സുതേ രാമേണ ശൈലേ മഹാസുഖം സദാ കഥം സാകഥം ചേതേ കുശമയ വിഷ്ടുരേ ഖേദേന സീതാമതീയാഗ്രജന്മന സന്തോഷധാരണാലെന്നതു ചിന്തിച്ചു ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. ശില്പിഷകാരിണിയായ നിന്നു ജനിച്ചൊരു കാരണം ശ്രുതിയാ താമരി പാപിയാമെന്നെയും ധിക്കരിച്ചിടിനെ പിന്നെയും ജന്മസാഫല്യവും വന്നേതനുജനോ നിർമ്മല മാനസൻ ഭാഗ്യവാൻ എത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്ക് ദാസനായ ആരൂഢപക്ഷി പുണ്ഡേശജ്ഞാനം സദാനിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മത്സ്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗശല്യാതനേലവിടേക്ക് വൈകാതെ ചെന്ന് ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഉടനുമര ചെയ്താൻ. മംഗളദേവതാവല്ലഭൻ തങ്കലിൻ ഇന്നങ്ങനെയുള്ള ഒരു ഭക്തിയും ഉണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രീസരൻ ഭവാൻ. നിർണയമെങ്കിലും കേൾക്ക മഹാമതി ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നത് സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനം തത്ര ഗച്ഛ മഹേ ശീഘ്രം പ്രിയസഖേ തർത്തുമമർത്യ തടിനീയെ സത്വരം കർത്തുമുദ്യോഗം സമസ്തോ ഭവാറ്റിനെ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിപ്രത നദിയെ കടത്തുവാൻ ഭൃത്യാജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരമായി മഹാക്ഷേപണീയുധം അഞ്ജസാ കുലദേശം നിരത്തിയിടാൻ തോണി വരുത്തി നിരത്തിനാൻ. ഉറ്റമായ ഒരു പുഴയും എടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നെയും ഭരതനെയും ഒരു സത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയൻ കൈകേയി തന്നെയും ഉത്തമമാ സുമിത്രാദേവി തന്നെയും പൃഥ്വിച്ച പത്നിമാർ മറ്റുള്ളവരെയും ഭക്തിയ തൊഴുതു കരയിച്ച് മന്ദം തുഴൻ അസ്തവിദ്യ കടത്തിയതിനാദരാൽ ഒമ്പത്തടിനെ കുമ്പിട്ടു സാകിലം മുമ്പേ കടന്നിതു അമ്പടയും തഥാ ശീഘ്രം വരത്വാവസേന്ദ്രാശ്രമം വൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. താനുമനുജനുമായുടേന സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്ജലബ്ധം മഹാതേജസാതാപസം വിര ഉച്ഛരാത്മനാമാസിനം ഇനി സമം ദൃഷ്ട്വാ നാനാമസാഷ്ടാംഗം സസോദരം ഭക്തഭക്ത്യാ ഭരതാചമനീശ്വരം ആത്മാദശരഥനന്തരം ബാലകം പ്രീതേവ പൂജയാമാസ മുനീന്ദ്രനം. ദൃഷ്ട്വാവാച കുശലപ്രശ്നം ചെയ്തു ദൃഷ്ട്വാ തഥാ ജരാവൽക്കലദാരിണം ദൃഷ്ടികലർന്നരുൾ ചെയ്ത നിരന്തരോ കഷ്ടമീ കോപ്പ് ഉപന്നമല്ലൊട്ടു അഷ്ടമിക്കോപ്പു ഭവന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാരാജ്യങ്ങളെ പൂജനായൊരു നിയന്തനായി ഇങ്ങനെ പൽക്കലവും ചെടിയും പൂജ താപസാമുഖ്യമേഖലയെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയിലോടും മാഹന്തവനാന്തരെ വന്നതും ചൊല്ലിനെ ശ്രുത്വ ഭരദ്വാജവാക്യം ഭരതനുമിത്ത മുനിവരൻ തന്നോട് ചൊല്ലിന നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനി. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പിനെ സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ.
രാജാഭിഷേക വിഘ്നത്തിന് കാരണം രാമപാദാംശങ്ങളാണ് രാത്രിയൊന്ന് വായിക്കണം. ഞാനതുമേ ഒന്നറിഞ്ഞില്ല. രാത്രി ഒന്ന് വായിച്ചാലേ തീരുള്ളൂ സന്ധി. എഴുന്നള്ളിവൻ മൂലവും പുത്രയാമമ്മതൻ വാക്കായ ഞാനിതിനെ പ്രമാണം തയ്യാമില്ലേ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മറ്റും അതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് പൗരവശിഷ്ടാദികളോട് കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജനം ശ്രേഷ്ഠനെ സേവിച്ചു കൊള്ളുവാൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്നാമേവം പുഴനീടിന ചുംബിച്ച് മൂടിന് സന്തോഷിച്ചരുളിന. കിംബുഗുണ വത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദിശ കണ്ടറിഞ്ഞിരിക്കുന്നത് മാനസേ ശോകമുണ്ടാകലോ കേൾക്കനീ. ലക്ഷ്മണനേക്കാൾ നിലക്കേറുമേ ഭക്തി ലക്ഷ്മിപതിയായ രാമങ്കർ നിർണയം. ഇന്നിനെ സൽക്കരിച്ചിടുവാൻ നിന്നെ ഞാൻ വന്ന പടിയോടുമില്ലൊരു സംശയം. ഊണും കഴിച്ചുറങ്ങി പുലർക്കാലെ വേണം രഘുനാഥനെ ചെന്ന് കൂക്കുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനാലൊരു വൈമുഖ്യമെന്നും ഭരതനും. കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായി അതിവിധൃതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തതു. കാമസുരഭിയായി തക്ഷണം കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു. ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും ഭാവനാവൈഭവം എത്രയും അത്ഭുതം. ഭക്ത്യഭക്ഷാദി പേയങ്ങൾ ഭോജ്യങ്ങളും യുക്തിപ്രധാനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗൃഹങ്ങളും എത്രയും മനോഹരം. സ്വർണ്ണരക്തവ്രാത നിർമ്മിതമൊക്കെ വർണ്ണിപ്പതിരി പണിയുണ്ടനന്തരം. കർമ്മണാശാസ്ത്രാദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചത് മുമ്പിന സൈന്യം ഭരതം സസോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തര തൃപ്തരായി തത്ര ഭരതാചമന്ദിരേഷ്ടരായ അമരാവതി സന്നിധി ഉത്ഥാനവും ചെയ്തു ഉഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കുഴിനാൾ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ നിത്യപാരായണം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗം. വിദംശം വിദം നിർമ്മലം നിർവികൽപം വിരീതം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുല്യം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അധിക്ദേശകാലം മഹായോഗപീഠേ പരിഭ്രാജമാനേ ഗുണാഹസ്കരേന്ദ്രഗ്നിബിംബേന്ദു മധ്യേ നിഖിഷ്ടാക്ഷരാബ്ജേ സമാനോദിതാനേക സൂര്യേന്ദുകോടി പ്രഭാപൂരതുല്യദ്ദുതിം നിരീക്ഷ്യം നശീതന്ന ചോഷ്ണം സുവർണാവതാതം പ്രസന്നം സദാനന്ദസംവിൽ സ്വരൂപം സുനാസാപുടം സുന്ദരഭ്രൂലലാടം കിരീടോജിതാ കുഞ്ചിതാ സ്നിഗ്ധകേശം സ്ഫുരൽപുണ്യ